പാണ്ഡവന്മാർ അതിനുശേഷം ഗാന്ധാരിയുടെ അടുത്തേക്ക് നീങ്ങി. ഉള്ളിൽ കിടുകിടുപ്പോടെയാണ് അവർ ഗാന്ധാരിയെ സമീപിച്ചത്. ഗൃഹത്തിൽ കുടുംബിനിയായിട്ട് കഴിഞ്ഞിരുന്നുവെങ്കിലും അവർ വലിയ തപസ്വിനിയായിരുന്നു. പരിശുദ്ധമായ പാതിവൃത്യം ഗാന്ധാരിയെപ്പോലെ ആർക്കുമില്ല. ഒരിക്കൽ പോലും അവർ ജീവിതത്തിൽ അസത്യം പറഞ്ഞിട്ടില്ല. ഈ വക കാരണങ്ങൾ കൊണ്ട് ജ്ഞാനസമ്പന്നയും ദിവ്യദൃഷ്ടിയുള്ളവളുമാണ് ഗാന്ധാരി. കൂടാതെ വ്യാസാചാര്യന്റെ ഉപദേശവും അനുഗ്രഹവും ലഭിച്ച് ആത്മജ്ഞാനത്തെ നേടിയിട്ടുമുണ്ട്. അവർ ശപിച്ചാൽ അത് ഫലിക്കുമെന്നുള്ള കാര്യത്തിൽ പക്ഷാന്തമില്ല. പുത്രവിയോഗം കൊണ്ട് അവർ അസ്വസ്ഥയും ക്രുദ്ധയുമായിരുന്നു. ഈ വക കാരണങ്ങളാൽ ഗാന്ധാരിയെ സമാധാനപ്പെടുത്തണമെന്നും അവർ ശപിക്കുവാൻ ഇടയാകരുതെന്നും കരുതി പാണ്ഡവർ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ വ്യാസഭഗവാൻ അവരുടെ അടുക്കലെത്തി. വ്യാസൻ ഗാന്ധാരിയോട് പറഞ്ഞു, ദേവി, ശാപചിന്ത കളയൂ. പാണ്ഡവന്മാർ അപരാധികളല്ല. യുദ്ധാരംഭത്തിൽ ദുര്യോധനൻ ദേവിയെ സമീപിച്ച് വിജയമാശംസിക്കാൻ അപേക്ഷിച്ചില്ലേ? അന്ന് ദേവി എന്താണ് പുത്രനോട് പറഞ്ഞത്? ധർമ്മം എവിടെയോ അവിടെ വിജയമുണ്ടാവുമെന്ന്. ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ജയിച്ചത് ധർമ്മമാണ്, അല്ലാതെ പാണ്ഡവരല്ല. നശിച്ചത് അധർമ്മമാണ്, കൗരവരുമല്ല. അതുകൊണ്ട് കോപമടക്കണം. പാണ്ഡവരെ ശപിക്കരുത്. അവരോട് പഴയതെല്ലാം മറന്ന് മാതൃഭാവത്തോടെ പെരുമാറണം. വേദവ്യാസന്റെ ഉപദേശം കേട്ടപ്പോൾ ഗാന്ധാരിയുടെ കോപം തണുത്തു. കലങ്ങി മറിഞ്ഞിരുന്ന അവരുടെ മനസ്സ് നിർമ്മലമായി. അവരുടെ മുഖത്ത് ശാന്തത കളയാടി. ഗാന്ധാരി പറഞ്ഞു, ഭഗവാനെ, പുത്രദുഃഖം എൻ്റെ മനസ്സിനെ കലുക്ഷമാക്കിയത് ശരി തന്നെയാണ്. എന്നാൽ അങ്ങയുടെ ഉപദേശം കൊണ്ട് എനിക്ക് സമാധാനം വീണ്ടു കിട്ടിയിരിക്കുന്നു. പാണ്ഡവന്മാരുടെ വിജയത്തിൽ എനിക്ക് അശാന്തിയില്ല. അവരെയും എൻ്റെ പുത്രന്മാരായി ഞാൻ കരുതുന്നു. ദുശാസനും ശകുനിയുമാണ് ഈ വിനയെല്ലാം വരുത്തിവെച്ചത്. എൻ്റെ പുത്രന്മാരുടെ അഹങ്കാരമാണ് ഈ യുദ്ധത്തിന് കാരണം. അതിൻ്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ വാസുദേവന്റെ സാന്നിധ്യത്തെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അരയ്ക്ക് താഴെ അടിച്ച് ദുര്യോധനെ അധാർമികമായിട്ടാണ് ഭീമൻ കൊല ചെയ്തത്. ഇത് ഭീമൻ കാണിച്ച അക്ഷന്തവ്യമായ ഒരു അപരാധമാണ്. ഭീമൻ ഇത് കേട്ട് നിൽക്കുകയായിരുന്നു. അവൻ ധൈര്യം അവലംബിച്ച് ഗാന്ധാരിയുടെ മുന്നിലെത്തി പാദം തൊട്ട് നമസ്കരിച്ചിട്ട് ബോധിപ്പിച്ചു, അമ്മേ, ധർമ്മത്തോടും അധർമ്മത്തെയും പറ്റി ചിന്തിക്കാതെ പ്രാണഭയം കൊണ്ട് ആത്മരക്ഷയ്ക്കുള്ള മാർഗം നോക്കി ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്. ധർമാനുസരണമല്ല അമ്മയുടെ ശക്തനായ പുത്രനെ ഞാൻ വീഴ്ത്തിയത്. അവനെ കൊല്ലുവാൻ ആർക്കും കഴിയുകയുമില്ല. ഗദായുദ്ധത്തിൽ വീര്യവാനായ ദുര്യോധനൻ മാത്രമാണ് ശേഷിച്ചത്. അധർമ്മത്തിലാണ് അവൻ മുമ്പ് ധർമ്മജനെ ജയിച്ചത്. ചതിച്ചിട്ടാണ് അവൻ ഭൂമി കൈയടക്കിയത്. ദ്രൗപദിയെ സഭയിൽ കയറ്റി അവൻ അധിക്ഷേപിച്ചു. സദസ്സിൽ വെച്ച് അവൻ തൻ്റെ ഇടത്തെ തുട കാട്ടിക്കൊടുത്ത് അവളെ അപമാനിച്ചു. അന്നേ ഞങ്ങൾക്ക് അവൻ വധ്യനാണ്. അവൻ മഹാവൈര്യം ഊതിപ്പെരുക്കി ആളിക്കത്തിച്ചു. കാട്ടിൽ ഞങ്ങളെ വളരെ കാലം ക്ലേശിപ്പിച്ചു. ദുര്യോധനെ ജയിക്കാതെ ആഴിചൂടുന്ന ഈ ഊഴിയെ ഭുജിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ലായിരുന്നു. ദ്വന്ദ്വയുദ്ധത്തിൽ എന്നെ ജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ നാട് മുഴുവൻ അവൻ വീണ്ടും തേടുമായിരുന്നു. എൻ്റെ സഹോദരന്മാർ വീണ്ടും കാട്ടിൽ പോകേണ്ടി വരുമായിരുന്നു. അതെല്ലാം ഓർത്തപ്പോൾ എങ്ങനെയും അവനെ കൊല്ലാതിരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. തന്മൂലം ഞാനത് ചെയ്തതാണ്. അമ്മ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഭീമൻ കണ്ണുനീർ വാർത്തു. ഗാന്ധാരിയുടെ പാദത്തിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്തു. ഭീമന്റെ അനുനയ വാക്കുകൾ കേട്ടപ്പോൾ ഗാന്ധാരിയുടെ കോപം ശമിച്ചു. അവൾ ഭീമനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉണ്ണി, നീ എൻ്റെ പുത്രനെ പൂഴ്ത്തി പറഞ്ഞത് ശരിയാണ്. നീ പറഞ്ഞതൊക്കെ അവൻ ചെയ്തതുമാണ്. അവനെ വധിച്ചതിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ യുദ്ധക്കളത്തിൽ വെച്ച് ദുശാസനന്റെ രക്തം നീ കുടിച്ചില്ലേ? സത്യത്തിൽ ഗർഹി എന്ന ഘോരമായ പ്രവൃത്തിയല്ലേ നീ ചെയ്തത്? ദുർജനങ്ങൾക്ക് ചേർന്ന ക്രൂരകർമ്മമാണ് നീ ചെയ്തത്. അത് യുക്തമായില്ല. ചെയ്യരുതാത്തതായിരുന്നു വൃഗോദര. ഭീമൻ പറഞ്ഞു, അമ്മ പറഞ്ഞത് ശരിയാണ്. അന്യന്റെ ചോര കുടിക്കുവാൻ പാടില്ല. സത്യത്തിൽ ഞാൻ ചോര കുടിച്ചില്ല. പല്ലും ചുണ്ടും വിട്ട് ഞാൻ രക്തമകത്തേക്ക് ഇറക്കിയേയില്ല. ദ്രൗപദിയുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് അവളെ സഭയിലൊക്കെ വലിച്ചിഴച്ചപ്പോൾ നിന്റെ ചോര ഞാൻ കുടിക്കുമെന്ന് ചൊടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് പാലിച്ചില്ലെങ്കിൽ ഞാൻ ക്ഷാത്രധർമ്മഭ്രഷ്ടനായി തീരുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തു പോയതാണ്. അമ്പേ ഗാന്ധാരി, എന്നിൽ തെറ്റാരോപിക്കരുതേ. എനിക്ക് മാപ്പ് തരണേ. തുടർന്ന് ഗാന്ധാരി ഭീമസേനോട് ചോദിച്ചു, ഞങ്ങളുടെ 100 പുത്രന്മാരെ നീ കൊന്നുവല്ലോ. എന്നാൽ അവരിൽ കുറ്റം കുറഞ്ഞ ഒരുത്തനെയെങ്കിലും ശേഷിച്ചിരിക്കുന്നുവെങ്കിൽ അന്ധരും വൃദ്ധരുമായ ഞങ്ങൾക്ക് ഒരു ഊന്നുപടിയായി അവൻ ഉപകരിക്കുമായിരുന്നു. മോനെ, നീ അങ്ങനെയൊരു ധർമ്മം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലല്ലോ. അത് കഷ്ടമായിപ്പോയി. ഭീമന് മറുപടിയൊന്നും പറയുവാനുണ്ടായിരുന്നില്ല. അവൻ ലജ്ജിച്ച് തല താഴ്ത്തി നിന്നു. ഗാന്ധാരി കോപം കൊണ്ട് വിറച്ചു. അവൾ ചോദിച്ചു,
ധർമ്മപുത്രൻ എവിടെ? ഇത് കേട്ട് ധർമ്മപുത്രൻ ഭയചകിതനായി ഗാന്ധാരിയുടെ മുന്നിലെത്തി. ആദരവോടെ തൊഴുതുകൊണ്ട് മൃദുവായി പറഞ്ഞു, ദേവി, ഭൗതിയുടെ പുത്രന്മാരെ കൊന്ന ക്രൂരനായി യുധിഷ്ഠിരൻ ഇതാ മുന്നിൽ നിൽക്കുന്നു. ശാപത്തിന് യോഗ്യനാണ് ഞാൻ. ലോകം പിടിക്കുവാൻ ജനിച്ച മഹാപാപിയാണ് ഞാൻ. എനിക്കും ജീവനും വേണ്ട, രാജ്യവും വേണ്ട, ധനവും വേണ്ട. എന്നെ ശപിച്ചോളൂ. ഗാന്ധാരി ഒന്നും പറഞ്ഞില്ല. യുധിഷ്ഠിരൻ നെടുവീർപ്പിടുകയും ചെയ്തു. യുധിഷ്ഠിരൻ കുനിഞ്ഞ് ഗാന്ധാരിയുടെ കാലടികളിൽ വീഴുവാൻ മുതിരുമ്പോൾ ധർമ്മജ്ഞയായ അവൾ കണ്ണുകൾ കെട്ടിയിരുന്ന പട്ടുവസ്ത്രത്തിനിടയിൽ കൂടി യുധിഷ്ഠിരന്റെ വിരൽത്തുമ്പുകൾ കണ്ടു. ഗാന്ധാരിയുടെ നോട്ടത്താൽ നഖങ്ങൾ വെന്തുപോയി. ഇത് കണ്ട അർജുനൻ വാസുദേവന്റെ പിന്നിൽ ഒളിച്ചു. പിന്നീട് ഗാന്ധാരി കോപം ശമിച്ച് തന്റെ മുന്നിൽ വന്ന പാണ്ഡവരെയെല്ലാം ആശ്വസിപ്പിക്കുകയും അവരുടെ മാതൃഭാവേനെ പെരുമാറുകയും ചെയ്തു. അതിനുശേഷം പാണ്ഡവർ കുന്തിദേവിയുടെ സൗധത്തിലെത്തി. വളരെ കാലമായി പുത്രന്മാരെ കാണാതിരിക്കുന്ന അവർ വസ്ത്രം കൊണ്ട് മുഖം മറച്ച് കണ്ണുനീരൊഴുക്കി. പാണ്ഡവർക്കും ദുഃഖം താങ്ങുവാൻ കഴിഞ്ഞില്ല. അവരും കണ്ണുനീർ വാർന്നു. മക്കൾ മരിച്ച കൃഷ്ണയുടെ വിലാപം കുന്തിദേവിയുടെ ഹൃദയത്തിൽ കടുത്ത ആഘാതമുളവാക്കി. എങ്കിലും അവർ ദ്രൗപദിയെ പലതും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അപ്പോൾ അവിടെ എത്തിയ ഗാന്ധാരിയും പല സമാധാന വാക്കുകളും പറഞ്ഞ് പാഞ്ചാലിയെ സമാധാനിപ്പിച്ചു. പിന്നീട് വ്യാസന്റെ അനുവാദത്തോടെ ധൃതരാഷ്ട്ര രാജാവും യുധിഷ്ഠിരാദികളും കൃഷ്ണനെ മുന്നിൽ നടത്തി കൗരവ പാഞ്ചാല സ്ത്രീകളോടും കൂടി പോർക്കളത്തിലേക്ക് യാത്രയായി. അർത്ഥകന്മാരും പുത്രന്മാരും ഭ്രാതാക്കളും പിതാക്കളും ബന്ധുക്കളും ഭരിച്ചവരായിരുന്നു ആ സ്ത്രീകൾ. സംഹാര നൃത്തം ചെയ്യുന്ന രുദ്രന്റെ ക്രീഡാരംഗം പോലെ ഭയാനകമായിരുന്നു ആ രണഭൂമി. അവിടെ കണക്കില്ലാത്ത ശവങ്ങൾ അടിഞ്ഞുകൂടിയിരുന്നു. രക്തപ്രവാഹം അപ്പോഴും നിലച്ചിരുന്നില്ല. പോർക്കളത്തിന്റെ പല ഭാഗങ്ങളും ചോര പുരണ്ട് കുതിർന്നിരുന്നു. മാംസം തിന്നുന്നതിനായി പക്ഷികളും മൃഗങ്ങളും കൂട്ടം കൂട്ടമായി കൂടിയിരുന്നു. മുമ്പെങ്ങും കാണാത്ത ഈ പൈശാചികമായ ഈ ഒരു ദൃഷ്ടി കണ്ട് നാരിമാർ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. അവരുടെ മുഖങ്ങൾ രോക്ഷം കൊണ്ടും രോദനം കൊണ്ടും രക്തഭയമായി തീർന്നു. ചിലർ തേരിൽ നിന്ന് നിലത്തു വീണു, ചിലർ ബോധരഹിതരായി, ചിലർ നിശ്ചയിച്ചതനകളായി. ഏതാനും സമയം കഴിഞ്ഞ് അവരെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജഡമെങ്കിലും കാണുന്നതിനുള്ള ആഗ്രഹത്തോടെ യുദ്ധക്കളം ചുറ്റി നടന്നു. മക്കൾ മരിച്ച മാതാക്കൾ, വീരർ മരിച്ച വീരഭക്തിമാർ, ഭ്രാതാക്കൾ മരിച്ച യുവതികൾ തുടങ്ങി വിവിധ തലങ്ങളിലുള്ളവർ അവരവിടെ ചേർന്ന് നിന്ന് മാറത്തടിച്ച് നിലവിളിച്ചു. അക്കൂട്ടത്തിൽ ഗാന്ധാരിയുടെ സ്നുഷ്കുകളും ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ ദയനീയമായ സ്ഥിതി കണ്ട് ഉള്ളുനൊന്ത ഗാന്ധാരി കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, ധൃതരാഷ്ട്ര സൻഷുകളെ നീ കാണുന്നില്ലേ? അവർ കാണിക്കുന്ന ദുഃഖചേഷ്ടിതങ്ങളിൽ നോക്കൂ. ഇതെല്ലാം കാണുവാൻ ഇടവന്ന ഞാൻ കഴിഞ്ഞ ജന്മങ്ങളിൽ നിശ്ചയമായും മഹാപാപങ്ങൾ ചെയ്തിരിക്കണം. അല്പം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ വധിക്കപ്പെട്ട ദുര്യോധനന്റെ ജഡം ഗാന്ധാരി കണ്ടു. അതോടെ വെട്ടിവീഴ്ത്തിയ വാഴ പോലെ അവർ ബോധം കെട്ടു വീണു. ബോധം തെളിഞ്ഞപ്പോൾ അയ്യോ മകനെ ദുര്യോധന എന്ന് വിളിച്ച് ആർത്ത് കേണു. ചോരയിൽ മുഴുകിക്കിടക്കുന്ന അവനെ നോക്കിയും കെട്ടിപ്പിടിച്ചും അവർ വിങ്ങിപ്പൊട്ടിയ ഹൃദയത്തോടെ വിലപിച്ചു. അവർ വാസുദേവനോടായി പറഞ്ഞു, മാധവ, മഹാബാഹു സത്യവിക്രമനും ബലവാനുമായ ഇവൻ ഭീമന്റെ ഗദാഘാതമേറ്റ് സിംഹം ഇടിച്ചിരിക്കുന്ന ആനയെപ്പോലെ രക്തത്തിൽ മുഴുകിയില്ലേ? ഗതയെ പുൽകി കിടക്കുന്ന കിടപ്പ് നോക്കൂ. പണ്ടിവനെ സുന്ദരിമാരായ നാരിമാർ വിശറിക്കൊണ്ട് വീശി സേവിച്ചു. ഇപ്പോൾ ഇവനെ പക്ഷികൾ ചിറകിട്ട് വീശിയല്ലേ നോവിക്കുന്നത്. എന്തൊരു കഷ്ടം! അവന്റെ പത്നി ലക്ഷ്മണന്റെ അമ്മ ഭർത്താവിനെയും പുത്രനെയും ഓർത്ത് വിലപിക്കുന്നു. ഗാന്ധാരി പിന്നീട് ദുശാസനൻ, വികർണൻ, ദുഷസഹൻ, ദുർമഖൻ തുടങ്ങിയ തന്റെ പുത്രന്മാരുടെ ജഡങ്ങൾ കണ്ടു. അപ്പോഴൊക്കെ അവർ ഏങ്ങി ഏങ്ങി പറയുകയും ചെയ്തു. അഭിമന്യുവിന്റെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് അലമുറയിടുന്ന വിരാട രാജകുമാരിയെ ഉത്തരയുടെ പരിവേദനങ്ങൾ കേട്ട ഗാന്ധാരി കൃഷ്ണനോട് ചോദിച്ചു, ഹേ കേശവ, മരിച്ചു കിടക്കുന്ന അഭിമന്യുവിനെ നീ കാണുന്നുണ്ടോ? എന്റെ പുത്രന്റെ ദുർഭേദ്യമായ പത്മവ്യൂഹത്തിന്റെ കെട്ടുപൊട്ടിച്ച മഹാബലൻ, പലരുടെയും അന്തകനായി തീർന്ന അതുല്യ പ്രഭാവൻ, ആ സൗഭദ്രൻ ഇതാ മൃത്യുവിന് വശംവദനായി നിലത്ത് വീണ് കിടക്കുന്നു. എന്നിട്ടും അവന്റെ തേജസ്സിന് കുറവില്ല. അവന്റെ മുന്നിൽ നാണിച്ച തലകുനിക്കുമായിരുന്ന ഉത്തര ഇതാ രക്തം പുരണ്ട് അവനെ പുൽകുന്നു. അവനിങ്ങനെ മരിച്ച് ചെളിയിൽ കിടക്കുന്നത് ആർക്ക് സഹിക്കുവാൻ കഴിയും? 6 മാസത്തെ സഹവാസം മാത്രമല്ലേ അവനും ഉത്തരയുമായി ഉണ്ടാവുകയുള്ളൂ. ബാലനായ അവളുടെ രോദനം ഹേ മാധവ നീ കേൾക്കുന്നുണ്ടോ? ജീവിത സൽപ്പങ്കൽപ്പങ്ങളെല്ലാം തകർന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ഉത്തരയെ മത്സ്യരാജകുല സ്ത്രീകൾ പിടിച്ച് കയറ്റി സമാധാനിപ്പിക്കുന്നത് ഹേ മധുസൂദന നീ കാണുന്നില്ലേ? അതാ അതിനപ്പുറത്ത് ദ്രോണാസ്ത്രമിറ്റ് രക്തം വാർന്നു കിടക്കുന്ന വിരാടനെ കഴുകിനും കാക്കിയും കുത്തി വാർക്കുന്നു. വിരാടന്റെ ദേഹത്തിൽ നിന്ന് പക്ഷികളെ ആട്ടി ഓടിക്കുവാൻ വിവശരും ദുഃഖിതരമായ സ്ത്രീകൾ അശക്തരായി കുഴങ്ങുന്നു. വെയിൽ കൊണ്ട് കേണു തളർന്ന വധുക്കളുടെ വാട്ടം തട്ടിയ മുഖങ്ങളുടെ ആകൃതി മാറിയിരിക്കുന്നു. അല്ലയോ മാധവ,
ഉത്തരൻ, സൗഭദ്രൻ, കാംബോജൻ, ലക്ഷ്മണൻ, സുദർശനൻ, സുദക്ഷണൻ എന്നീ ബാലന്മാർ പോൾക്കളത്തിൽ ചത്തുകിടക്കുന്നത് കണ്ടിട്ടും കണ്ണുനീർ പൊഴിക്കാതെ നോക്കി നിൽക്കുന്ന നിന്റെ കരളുറപ്പ് കഠിനം തന്നെ. യുദ്ധകളത്തിന്റെ മറ്റൊരു ഭാഗത്ത് ദേഹം മുഴുവനും രക്തത്തിൽ കുളിച്ച് ദയനീയമായ വിധത്തിൽ മരിച്ചു കിടക്കുന്ന കർണന്റെ സമീപം അവന്റെ പത്നിമാർ ദുഃഖനിമഗ്നരായി നിലത്ത് വീഴുണരുന്നത് കണ്ട ഗാന്ധാരി അത് കൃഷ്ണനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു, "ഹേ കേശവ, ശത്രുക്കൾക്ക് പോലും അദൃഷ്ടനും യുദ്ധത്തിൽ ഇന്ദ്രതുല്യനും ഹിമാദ്രി പോലെ സ്ഥിരനുമായ ഈ വീരൻ ധാർത്തരാഷ്ട്രന്മാരുടെ ആശ്രയമായിരുന്നു. അവനല്ലേ കാറ്റേറ്റ് കടപുഴകിയ വൃക്ഷം പോലെ ഭൂമിയിൽ കിടക്കുന്നത്? കുറുക്കനും കഴുകനും ചെന്നായും അവന്റെ ദേഹം 3/4 ഭാഗവും തിന്നു തീർക്കുന്നു. എങ്കിലും അവൻ ഇപ്പോഴും കാഴ്ചയ്ക്ക് ആനന്ദപ്രദനായി കൃഷ്ണചതുർത്ഥി ദിശയിലെ ചന്ദ്രനെ പോലെ വിളങ്ങുന്നു. മാധവ, തേർചക്രം ഭൂമിയിൽ താണതക്കം നോക്കി ഇവന്റെ തലയിറക്കുവാൻ നീ ധനഞ്ജയന് പ്രേരണ നൽകിയത് എങ്ങനെ ന്യായീകരിക്കും?" ഗാന്ധാരി മറ്റൊരിടത്ത് വന്നപ്പോൾ അവരുടെ ഓരോരു മകളായ ദുഷള്ള തന്റെ ഭർത്താവായ സിന്ധുരാജൻ ജയദ്രഥന്റെ തന്തയില്ലാത്ത ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്നതാണ് കണ്ടത്. ദുഷള്ള തന്റെ പ്രാണനാഥന്റെ തല അവിടെയൊക്കെ തിരയുന്നുമുണ്ട്. ഇത് കണ്ട് ഗാന്ധാരി ശോകാവിവശയായി. അവർ കൃഷ്ണനോട് പറഞ്ഞു, "ഹേ കൃഷ്ണ, എന്റെ ഏകപുത്രിയായ ദുഷള്ള കടുത്ത ദുഃഖം കൊണ്ട് വിലപിച്ചിരിക്കുന്നു. ആത്മനാശത്തിനൊരുങ്ങുന്നു. പാർത്ഥരെ വിളിച്ചാ ക്രോശിക്കൂ. എന്റെ പൊന്നുമോള് വിധവയായി. അവർ ഭർത്താവിന്റെ തല കണ്ടുകിട്ടാതെ അങ്ങുമിങ്ങും പായുന്നത് നോക്കൂ. കൃഷ്ണ, നീയല്ലേ ഇതിനൊക്കെ കാരണക്കാരൻ." ഗാന്ധാരി വീണ്ടും പടക്കളത്തിൽ ചുറ്റി നടന്നപ്പോൾ ദൃഷ്ടധ്യുമ്നനാൽ വധിക്കപ്പെട്ട ദ്രോണനെ കണ്ടു. മരിച്ചിട്ടും ജീവിച്ചിരിക്കുന്ന വിധത്തിലുള്ള തേജസ് അദ്ദേഹത്തിന്റെ മുഖത്ത് സ്ഫുരിച്ചിരുന്നു. വന്യന്മാർ വന്ദിക്കുന്ന അദ്ദേഹത്തിന്റെ വന്യമായ പാദങ്ങളെ കുറുക്കന്മാർ കടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നി കൃപി ആർത്തിയായി അഴിച്ചിട്ട ചിന്നച്ചിതറിയായ കേശത്തോടെ അദ്ദേഹത്തെ ഉപാസിച്ചുകൊണ്ട് അടുത്തിരിക്കുകയായിരുന്നു. ഗാന്ധാരി രോക്ഷത്തോടെ ചോദിച്ചു, "ഹേ മാധവ, നീ നോക്കി നിൽക്കുകയല്ലേ ആചാര്യനും ഗുരുവുമായ ദ്രോണനെ നിരായുധനായ യോഗാസ്ഥനായി ഇരിക്കുമ്പോൾ വധിച്ചത്? എന്തൊരു കൊടും വഞ്ചനയായി പോയി അത്." ശരങ്ങളും കുന്തങ്ങളും നാരായങ്ങളും മറ്റും കൊണ്ടും തീർത്ത മെത്തയിൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനെയും ഗാന്ധാരി കണ്ടു. അർജുനൻ നൽകിയ 3 കൂരമ്പ് കൊണ്ടുള്ള തലയണയിൽ ഗംഗാപുത്രന്റെ ശിരസ് ഉയർത്തി വെച്ചിരിക്കുന്നു. ഭീഷ്മരുടെ കിടപ്പ് കണ്ട അമർഷത്തോടെ ഗാന്ധാരി കൃഷ്ണനോട് ചോദിച്ചു, വാസുദേവ, കീർത്തിമാനും നിസ്തുല്യവുമായ ശാന്തനീവൻ അമ്പേറ്റ് പ്രാണൻ വിടാതെ കിടക്കുന്നത് കണ്ടിട്ട് നിന്റെ ഹൃദയം ത്രസിക്കുന്നില്ലേ? ഇത്ര പടുവായ മഹാരഥനില്ല, ഇത്ര ജ്ഞാനമുള്ള വിദ്വാനില്ല, ഇത്ര മഹാനായ വിക്രമിയില്ല. നശിച്ച ഗുരുവംശത്തെ വീണ്ടും ഉദ്ധരിച്ചത് ഈ മഹാനാണ്. കൃഷ്ണ, സൂര്യനെ പോലെ കാന്തിമാനായ ഭീഷ്മനെ നീ കാണുന്നില്ലേ? ആ സൂര്യൻ ഇതാ അസ്തമിച്ചുകൊണ്ടിരിക്കും. അവർ ഭീഷ്മനെ നോക്കി നെടുവേർപ്പെട്ടു. ഗാന്ധാരി പിന്നെയും ചുറ്റി നടന്നപ്പോൾ വീരനായ ബാഹലീകൻ, ശൂരനായ അവന്ത്യൻ, നകുലമാതുലനായ ശല്യൻ, ശൈലം വാഴുന്ന ശ്രേഷ്ഠ രാജാവായ ഭഗദത്തൻ, സാത്വികി വീഴ്ത്തിയ സൗമദത്തി, ബലവാനും വിക്രമിയുമായ ശകുനി, കാംബോജൻ ജയൽസേനൻ, കലിംഗ രാജാവ് കോസലശേനായ ബൃഹത്ബലൻ, പാഞ്ചാല രാജാവായ ദ്രുപദൻ, ദൃഷ്ടദ്യുമ്നന്റെ പുത്രന്മാർ ചേരി രാജാവായ ദൃഷ്ടകേതു, ദുര്യോധന പുത്രനായ ലക്ഷ്മണൻ, വിന്ധാനുവിന്ദന്മാർ തുടങ്ങിയ ഇരുപക്ഷത്തിലുള്ള പലരുടെയും വികൃതമായ ശവശരീരങ്ങൾ കണ്ടു. എല്ലാ ജനങ്ങളുടെയും അടുത്ത് അവരവരുടെ ഭാര്യമാരും ബന്ധുജനങ്ങളും വട്ടമിട്ടിരുന്ന് മുറവിളി കൂട്ടുന്നുണ്ടായിരുന്നു. യുദ്ധക്കളം മുഴുവൻ സ്ത്രീകളുടെ ദീനാലാപം കൊണ്ട് മുഖരിതമായി. ആയിരക്കണക്കിനുള്ള സ്ത്രീകൾ നിലവിളിച്ച് പരവശരും പ്രജ്ഞകെട്ടവരുമായി. ഭീവത്സമായ കാഴ്ചകൾ കാണുകയും ദിഗന്ധങ്ങൾ ഭേദിക്കുന്ന വിധത്തിലുള്ള ദീനരോധനം തുടർച്ചയായി കേൾക്കുകയും ചെയ്തപ്പോൾ ഗാന്ധാരിയുടെ സമനില തെറ്റി. അവർ അഴൽമൂത്ത് മൂർച്ഛിച്ചു വീണു. ദുഃഖാധിക്യം മൂലം പ്രജ്ഞയും നശിച്ചു. ഇത് കണ്ട് പരിഭ്രാന്തരായ യുധിഷ്ഠിരാദികൾ ഗാന്ധാരിയുടെ മുഖത്ത് തണുത്ത വെള്ളം തളിക്കുകയും അവരെ ശ്രദ്ധയോടെ പരിചരിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധം തെളിഞ്ഞു. അവർ എഴുന്നേറ്റു. അവരുടെ ശരീരം കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണക്കാരൻ കൃഷ്ണനാണെന്ന് അവർ വിശ്വസിച്ചു. പുത്രശോകാർത്ഥിയായ അവർ എല്ലാ കുറ്റങ്ങളും കൃഷ്ണനിൽ ചുമർത്തിക്കൊണ്ട് പറഞ്ഞു, "ഹേ ജനാർദ്ദന, തമ്മിൽ വഴക്കടിച്ച് പാണ്ഡവന്മാരും കൗരവന്മാരും നശിച്ച് വെണ്ണീറായി. ശക്തനും മഹാബലനും ശ്രുതവാജ്ഞനും എന്തിനും പോരുന്നവനുമല്ലേ നീ കുരുക്ഷയം കണ്ട് ഉപേക്ഷ കാണിച്ചത് നിന്റെ ആഗ്രഹം കൊണ്ടാണ്. അത് നിനക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. മധുസൂദന, അതുകൊണ്ട് നീ അതിൻ്റെ ഫലം അനുഭവിക്കട്ടെ. ഇന്നേക്ക് 36 വർഷം തികയുമ്പോൾ നിന്റെ യാദവ വംശം ഇതേപോലെ തമ്മിൽ തല്ലി നശിക്കട്ടെ. ഇന്ന് ഭാരത സ്ത്രീകൾ നിലവിളിക്കുന്നത് പോലെ അന്ന് യാദവ സ്ത്രീകൾ നിലവിളിക്കുവാൻ ഇടയാകും. അമാത്യന്മാരൊക്കെ കൊല്ലപ്പെട്ട എല്ലാ പുത്രന്മാരും മരിച്ച് നീ കാടുകയറും. അവിടെ വെച്ച് ഒരു നീചന്റെ അസ്ത്രം കൊണ്ട് നീ ജീവൻ വെടിയുകയും ചെയ്യും." ഗാന്ധാരിയുടെ ശാപവാക്യം കേട്ടപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, "ദേവി, എൻ്റെ ഇച്ഛ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്.
യാദവകുലം മുടിക്കുന്നതിന് തന്നെ ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ദേവന്മാരാലോ ദൈത്യന്മാരാലോ അവരെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. അവരെ ഭൂമിയിൽ നിർത്തിയിട്ട് ഞാൻ പോകുന്നത് അപകടകരമാണ്. അതുകൊണ്ട് അവരെ തമ്മിൽ തല്ലിച്ചില്ലാതാക്കുകയാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾ പറഞ്ഞതുപോലെ കാലാന്തരത്തിൽ യാദവന്മാർ തമ്മിൽ ഏറ്റുമുട്ടിൽ തന്നെ നശിക്കും. ഇത് കേട്ട് പാണ്ഡവന്മാർ ഞെട്ടിപ്പോയി. അവർ വളരെയേറെ ദുഃഖിച്ചു. കൃഷ്ണനില്ലാതെ ഈ ലോകത്ത് ജീവിക്കുക എന്നത് അവർക്ക് അസഹ്യമായിരുന്നു. ഭഗവാൻ തുടർന്നു, ഗാന്ധാരി ദേവി എഴുന്നേൽക്കൂ, ദുഃഖത്താൽ കരൾ വയ്യാതിരിക്കൂ. നിന്റെ കുറ്റം കൊണ്ട് തന്നെയാണ് കൗരവർക്ക് നാശം വന്നു ചേർന്നത്. ദുരാത്മാവും ദുരാഭിമാനിയുമായ നിന്റെ പുത്രൻ ചെയ്ത കുറ്റം നീ എന്തിനാണ് എന്നിൽ നിന്ന് ആരോപിക്കുന്നത്? തൻ്റെയും തൻ്റെ മക്കളുടെയും കുറ്റങ്ങളെ മറ്റുള്ളവരുടെ തലയിൽ ചുമത്തുന്നത് ബാലിശമാണ്. മൃതരായവരെ പറ്റി നഷ്ടപ്പെട്ടു പോയതിനെ പറ്റിയും ഓർത്ത് കേഴുന്നവർ ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് താണുപോവുകയുള്ളൂ. ഏതായാലും ഇനിയിപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും പ്രയോജനമില്ല. മരിച്ചവർക്ക് പിതൃകർമ്മം ചെയ്യലാണ് ഇനിയുള്ള കർത്തവ്യം. കൃഷ്ണൻ പറഞ്ഞതെല്ലാം കേട്ട് ഗാന്ധാരി മൗനമായി നിന്നതേയുള്ളൂ. ധൃതരാഷ്ട്രർ ഉടൻ തന്നെ മരിച്ചവരുടെ ശവസംസ്കാരത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ആജ്ഞ കൊടുത്തു. യുധിഷ്ഠിരൻ, വിതുരൻ, സഞ്ജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഭൃത്യന്മാർ നെയ്യ്, ചന്ദനം, അകില്, വീരാളിപ്പട്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. കുഴികൾ ചവിട്ടി ചിതകൾ കൂട്ടി ദുര്യോധനനെയും അനുചരന്മാരെയും മറ്റ് രാജാക്കന്മാരെയും രാജകീയമായ പ്രൗഢിയോടെ തന്നെ സംസ്കരിച്ചു. മറ്റുള്ളവരെയും വേണ്ട വിധത്തിൽ ഉചിതമായി സംസ്കരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഗംഗാതീരത്തെത്തി. ഉത്തരീയം, തലക്കെട്ട്, ആഭരണങ്ങൾ മുതലായവയൊക്കെ അഴിച്ചുവെച്ച് പിതാക്കൾക്കും സഹോദരന്മാർക്കും കാന്തന്മാർക്കും വിലാപനാദത്തോടെ ഉദകക്രിയ ചെയ്തു. ഈ സമയത്ത് തേങ്ങിക്കരഞ്ഞുകൊണ്ട് വീരമാതാവായ കുന്തിദേവി പുത്രന്മാരോട് പറഞ്ഞു, മക്കളെ, സൂര്യനെ പോലെ പ്രഭുവായ യുദ്ധക്കളത്തിൽ ശോഭിച്ചിരുന്ന കർണൻ, അർജുനനാൽ കൊല്ലപ്പെട്ട കർണൻ, സൂതപുത്രനായ രാധേയൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്ന കർണൻ, സത്യസന്ധനും പോരിൽ പിന്തിരിയാത്ത ശൂരനും പ്രാണൻ കളഞ്ഞും കീർത്തി വരിച്ചവനുമായ കർണൻ നിങ്ങളുടെ ജ്യേഷ്ഠ ഭ്രാതാവാണ്. അവൻ എന്നിൽ ആദിത്യന് പിറന്നവനാണ്. നിങ്ങളുടെ അഗ്രജനായ അവൻ ശ്രേഷ്ഠക്രിയ ചെയ്തു. പാണ്ഡവന്മാർ അമ്മയുടെ ഈ വാക്കുകൾ കേട്ട് നടുങ്ങിപ്പോയി. ഞെട്ടലോടും അപ്രിയത്തോടും കൂടിയാണ് അവർ അമ്മയുടെ വാക്കുകൾ ശ്രവിച്ചത്. അവർക്കത് വിശ്വസിക്കുവാനോ അവിശ്വസിക്കുവാനോ കഴിഞ്ഞില്ല. വിവിധ വികാരങ്ങൾ അവരെ വീർപ്പുമുട്ടിച്ചു. കർണനെ പറ്റി ഓർത്ത് അവർ അതീവ ദുഃഖിതരായി. അല്പനേരം കഴിഞ്ഞ് പുരുഷവ്യാഘ്രനായ യുധിഷ്ഠിരൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കുന്തിയോട് പറഞ്ഞു, എന്ത്? കർണൻ ഞങ്ങളുടെ ജ്യേഷ്ഠഭ്രാതാവാണെന്നോ? സർവശസ്ത്ര രാധോത്തരമായ അവൻ ഞങ്ങളുടെ വല്യേട്ടനാണെന്നോ? ആശ്ചര്യവീര്യവാനായ അവൻ അമ്മയുടെ ആദ്യ പുത്രനാണെന്നോ? ഹാ കഷ്ടം! കർണനെ കൊല്ലുകയാൽ ഞങ്ങൾ ആർത്തരായിരിക്കുന്നു. അഭിമന്യു വിനാശത്താലും ദ്രൗപദയവധത്താലും പാഞ്ചലേയരെയും നാശത്താലും കുരുവംശത്താലും ഉണ്ടായ ദുഃഖം ഇപ്പോൾ 100 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. കർണൻ ഞങ്ങളുടെ ജ്യേഷ്ഠനാണെന്ന് അറിയാതിരുന്നത് കൊണ്ട് ഞങ്ങൾ അവനെ വധിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ പാപികളായി തീർന്നു. അമ്മ എന്തിനീ രഹസ്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു? അത് വളരെ ക്രൂരമായി പോയി. അതുകൊണ്ട് മേലിൽ സ്ത്രീകൾക്കൊരിക്കലും രഹസ്യം മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതിരിക്കട്ടെ. യുധിഷ്ഠിരരും സഹോദരന്മാരും കർണൻ ഉദകക്രിയ ചെയ്തു. അതിനുശേഷം എല്ലാവരും ഗംഗയിൽ സ്നാനം ചെയ്ത് കരയ്ക്ക് കയറുകയും ചെയ്തു. ഇതോടുകൂടി മഹാഭാരതം സ്ത്രീപർവം അവസാനിക്കുകയാണ്. ഇനി മഹാഭാരതം ശാന്തിപർവമാണ്. തുടരും.